ഭാരതാംബ ചിത്രവിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്ന് പ്രകടനങ്ങൾ നടന്നു. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ നേമത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ബി.ജെ.പി ഈ മാർച്ചിന് പിന്നാലെ CPI-എമ്മിന്റെ നേതൃത്വത്തിൽ നേമത്ത് മന്ത്രിക്ക് പിന്തുണയുമായി പ്രകടനം നടത്തി. വി ശിവൻകുട്ടിയുടെ വലിയ ഫ്ലക്സുമായിട്ടായിരുന്നു അവരുടെ പ്രകടനം. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. കുന്നും തള്ളുമായി നേരിയ സംഘർഷം നേമത്തുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി നേമത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുകയാണ്. അലക്സ് റാം, യഥാർത്ഥത്തിൽ പോലീസിന് പണിപ്പെടേണ്ടി വന്നോ രണ്ട് കൂട്ടരെയും സമാധാനിപ്പിക്കാൻ? SK അങ്ങേയറ്റം ബുദ്ധിമുട്ടേണ്ടി വന്നു. 2 മണിക്കൂർ സ്ഥലത്ത് സംഘർഷ സാഹചര്യം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേമത്തെ MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പാപ്പനംകോടാണ്. വൈകുന്നേരം ഏതാണ്ട് 6-6:30 മണിയോടുകൂടിയാണ് BJP പാപ്പനംകോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ MLA ഓഫീസിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അവർ പ്രകടനമായി എത്തി അവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി, പ്രകടനം ഉയർത്തി. അതിനുശേഷം അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ, അതായത് പോലീസ് നിന്നത് ഈ ഓഫീസിന് കാവൽ നിന്നത് വൻ പോലീസ് സന്നാഹമാണ്. നിറയെ പോലീസുകാരെ അവിടെ നിയോഗിച്ചിരുന്നു. അവിടേക്ക് ഈ പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നു. പോലീസ് തടയുന്നു. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ CPM പ്രവർത്തകർ, അതായത് ഈ ഓഫീസിനുള്ളിൽ തന്നെ, ഓഫീസ് പരിസരത്ത് തന്നെ CPM പ്രവർത്തകർ തമ്പടിച്ചിരുന്നു, സംഘടിച്ചിരുന്നു. ആ CPM പ്രവർത്തകർ അവിടെ നിന്ന് തിരികെ മുദ്രാവാക്യം ഉയർത്തി. തുടർന്ന് ഒരു സംഘർഷ സാഹചര്യം അവിടെ രൂപപ്പെട്ടു. തുടർന്ന് പോലീസുമായി ആദ്യഘട്ടത്തിൽ വാക്കേറ്റം തുടർന്ന ഈ BJP പ്രവർത്തകർ ആ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് കുറച്ചുനേരം കണ്ടത്. അതിനു പിന്നാലെ CPM പ്രവർത്തകർ അവിടെ നിന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ വലിയ കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിക്കാട്ടി അവർ മുദ്രാവാക്യം ഉയർത്തി. തുടർന്ന് അത് BJP പ്രവർത്തകർ കൂക്കി വിളിച്ചു. തുടർന്ന് BJP പ്രവർത്തകർ ഭാരതാംബയുടെ ചിത്രം തിരികെ ഉയർത്തിക്കാട്ടി അവരും അവരുടെ പ്രതിഷേധം അറിയിച്ചു. അത് CPM പ്രവർത്തകർ കൂക്കി വിളിച്ചു. സമാന സാഹചര്യം, അതായത് സംഘർഷ സാഹചര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പ്രതിഷേധ മുദ്രാവാക്യവും പ്രകോപനവും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർന്നതോടെ സംഘർഷ സാധ്യത അവിടെ നിലനിന്നു. പോലീസ് നന്നേ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഇരു വിഭാഗത്തെയും തടഞ്ഞു നിർത്താനും ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും പോലീസ് നന്നേ പണിപ്പെട്ടു. വലിയ പോലീസ് സന്നാഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ അവിടെ നിലയുറപ്പിച്ചിരുന്നു. അതിനുശേഷം നന്നേ പോലീസ് പണിപ്പെട്ടതിനു ശേഷം ഈ ഒരു പ്രകടനവുമായാണ് BJP പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനെത്തി ആ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ ഈ പ്രതിഷേധം, ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പ്രതിഷേധം വരുന്ന ദിവസങ്ങളിലും തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനു പിന്നാലെ CPM പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിച്ചെത്തി. CPM പ്രവർത്തകരും ഈ മന്ത്രിയുടെ ഫ്ലെക്സ് ഉയർത്തിക്കാട്ടി ആ പാപ്പനംകോട് പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. മന്ത്രിയുടെ ശരീരത്തിൽ തൊടാൻ ധൈര്യമുണ്ടെങ്കിൽ വാ എന്നടക്കം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു CPM പ്രവർത്തകരുടെയും പ്രതിഷേധം. അതായത് ഈ സമരം, അതായത് ഈ ഏറ്റുമുട്ടൽ, CPM BJP ഏറ്റുമുട്ടൽ, ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടൽ തെരുവിലേക്ക് എത്തുന്നു. അത് CPM BJP രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറുന്നു. അത് വരുന്ന ദിവസങ്ങളിലും തുടരും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഇന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയത് അവിടെ നിന്ന്. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.